ദില്ലി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും പ്രതി ചേർത്തു. ഇത് സംബന്ധിച്ച വിവരം ഇഡി സുപ്രീം കോടതിയെ അറിയിച്ചു. ജിൽബി തോമസൺ ചേരുകയാണ്. ജിൽബി, ആം ആദ്മി പാർട്ടിയെ കൂടി പ്രതി ചേർക്കുന്ന കാര്യം മുൻപ് തന്നെ ഇഡി പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അതിന്റെ കാരണമായി എന്തൊക്കെയാണ് കോടതി ഇഡി അറിയിക്കുന്നത്? അസിത, ദില്ലി മദ്യനയ അഴിമതി കേസിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്തിരിക്കുകയാണ്. ഈ വിവരം ഇന്നിപ്പോൾ സുപ്രീം കോടതിയെ ഇഡി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം കെജ്രിവാളിനെ പ്രതിയാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പ്രതിയാക്കിയ വിവരം ഇഡി ഇത്തരത്തിൽ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കേസിൽ ഇഡി 8ാമത്തെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിക്കൊണ്ട് ഇഡി വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഈ കോടിക്കണക്കിന് അഴിമതി നടന്നിട്ടുണ്ട്, ഹവാല പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതെല്ലാം പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഗോവയിലെ തെരഞ്ഞെടുപ്പിലടക്കം ഈ പണം ഉപയോഗിച്ചു എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഇഡി ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഹൈക്കോടതിയിലടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ എത്തിയപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിയാക്കുന്ന വിവരവുമായിട്ടുള്ള വാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും ഇഡി ഈ വിവരം, പ്രതിയാക്കിയ വിവരം ഇപ്പോൾ അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം ഇന്ന് ഈ ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുകയാണ് ഇഡി. സുപ്രീം കോടതി വിവരം അറിയിക്കുകയും ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വിധി പറയാനായിട്ട് മാറ്റിവെക്കുകയും ചെയ്തു. അസിത. ശരി, ജിൽബി തോമസിനാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്തിരിക്കുന്നു.